വായനയുടെ വിശാല ലോകം തുറന്നിട്ട് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് സംഘടിപ്പിക്കുന്ന പുസ്തകമേളയുടെ രണ്ടാം ദിനം വൻ ജനപങ്കാളിത്തം. മധ്യകേരളത്തിലെ മുസ്ലിം മുന്നേറ്റങ്ങൾ എന്ന പേരിൽ പുസ്തകമേളയുടെ ഭാഗമായി നടന്ന സെമിനാറിൽ അലിയാർ ഖാസിമി അടക്കമുള്ളവർ പ്രസംഗിച്ചു. എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പുസ്തകമേളയും സമ്മേളനവും 14-ന് അവസാനിക്കും. ജനപങ്കാളിത്തം കൊണ്ട് സജീവമായിരുന്നു പുസ്തകമേളയുടെ രണ്ടാം ദിനം. വായനയും സംവാദങ്ങളും മത്സരങ്ങളുമായി പുസ്തകമേളയും സമ്മേളനവും പുരോഗമിക്കുകയാണ്. പുസ്തകമേളയുടെ ഭാഗമായി മധ്യകേരളത്തിലെ മുസ്ലിം മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ പ്രമുഖരെ പങ്കെടുപ്പിച്ചുള്ള സെമിനാറും നടന്നു. പ്രമുഖ മുസ്ലിം പണ്ഡിതൻ അലിയാർ ഖാസിമി അടക്കമുള്ളവർ സെമിനാറിൽ സംസാരിച്ചു. അവഗണിക്കപ്പെട്ടുപോയ അഗണ്യകോടിയിൽ തള്ളപ്പെട്ടുപോയ ഒരു സമുദായത്തെ വായനയുടെയും പുസ്തകത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും ലോകത്തേക്ക് ആവേശത്തോടെ കൈപിടിച്ചാനയിച്ചതിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന IPH-ന് എത്ര വലിയ സ്ഥാനമാണുള്ളതെന്ന് മത്സരബുദ്ധികളല്ലാത്ത മുഴുവൻ ആളുകളും ഒരേപോലെ സമ്മതിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായും വിശ്വസിക്കുകയാണ്. പുസ്തകങ്ങൾ നമുക്ക് പുതിയ പുതിയ അറിവുകളുടെ വെളിച്ചത്തിലേക്ക് നമ്മെ കൈപിടിച്ചാനയിക്കും പോലെ പുതിയ പുതിയ ചിന്തകളുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറന്നിട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് കൂടി IPH വേദിയൊരുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഇതപര്യന്തമുള്ള ലക്ഷ്യങ്ങളോട് ഒരുപാട് സാധർമ്മ്യപ്പെടുന്ന ഒരു സമീപനമാണ് എന്നുകൂടി സന്തോഷത്തോടെ സൂചിപ്പിക്കുകയാണ്. എറണാകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പുസ്തകമേള എറണാകുളം MLA TJ വിനോദാണ് ഉദ്ഘാടനം ചെയ്തത്. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന പുസ്തകമേള 14-ന് അവസാനിക്കും. മീഡിയ 1 കൊച്ചി.